എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിന്റെ മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോരുത്തരുടെ മുടിയുടെ പ്രകൃതിക്ക് അനുസരിച്ചിട്ട് എന്ത് എണ്ണ യൂസ് ചെയ്താലാണ് നമുക്ക് നല്ല ഗുണം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാനിരിക്കുന്നത്. ഈ വീഡിയോന്റെ ഒന്നാമത്തെ ഭാഗം, അതായത് പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം. അതും കൂടി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. ആ വീഡിയോയിലാണ് നിങ്ങളുടെ മുടിയുടെ ടൈപ്പ് മനസ്സിലാക്കാനുള്ള ചില ഡീറ്റെയിൽസും മുടി കൊഴിച്ചിലിന് കാരണമാവുന്ന ചില കാരണങ്ങളും എല്ലാം തന്നെ ആ വീഡിയോയിലായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കണ്ടാൽ മാത്രമേ നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടുള്ളൂ നിങ്ങളുടെ മുടിയുടെ ടൈപ്പ് ഒന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എണ്ണകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ എണ്ണ തേക്കുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയേണ്ട. അത് പാരമ്പര്യമായിട്ട് നമ്മൾ തുടർന്ന് വരുന്ന ഒരു കാര്യമാണ് എണ്ണ തേക്കുന്നത് പറയുന്നത്. നമ്മുടെ തലയിൽ എണ്ണ തേക്കുന്നത് നമ്മുടെ മുടി വളരാനും മുടി നന്നായിട്ട് തിക്കായിട്ട് സോഫ്റ്റ് ആയിട്ട് ആരോഗ്യത്തോടെ ഇരിക്കാനും മാത്രമല്ലാതെ തലയിൽ എണ്ണ തേക്കുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ് ഇല്ലേ, അതായത് നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, വായ, ഇതിനൊക്കെ തന്നെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിനെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും നന്നായിട്ട് സൂത്ത് ചെയ്യാനും ഈ തലയിൽ എണ്ണ തേക്കുന്നത് പറയുന്നത് നല്ലതാണ്. അത് മാത്രമല്ലാതെ നമ്മുടെ മുഖത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ കുറിക്കാനായിട്ട് നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഓരോ ഹെയർ ടൈപ്പിനും എന്ത് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളിപ്പോൾ കാണാം. നിങ്ങളുടെ മുടി വാദം ഹെയർ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള എണ്ണ എന്ന് പറയുന്നത് എള്ളെണ്ണ പോലത്തെ എണ്ണകളാണ്. അതായത് കുറച്ച് വാമിങ് നേച്ചറിലുള്ള എണ്ണകളാണ്. എള്ളെണ്ണ യൂസ് ചെയ്യാം. എള്ളെണ്ണ ബേസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്ത് ഹെയർ ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഭൃംഗരാജ ഓയിൽ യൂസ് ചെയ്യാം. അതായത് കയ്യുന്നിട്ട് എള്ളെണ്ണയിലിട്ട് കാച്ചിയത്, ഇതെല്ലാം യൂസ് ചെയ്യാം. ഇതെല്ലാം തന്നെ ആയുർവേദ ഷോപ്സിൽ ചോദിച്ചാൽ തന്നെ കിട്ടും. എല്ലാ ആയുർവേദ ഷോപ്സിലും വെളിച്ചെണ്ണ ബേസ് ആയിട്ടുള്ള ഹെയർ ഓയിൽസും എള്ളെണ്ണ ബേസ് ആയിട്ടുള്ള ഹെയർ ഓയിൽസും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് എള്ളെണ്ണ ബേസ് ആയിട്ടുള്ള ഹെയർ ഓയിൽസ് ആണ് നിങ്ങൾക്ക് ബെസ്റ്റ്. നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി ചില എള്ളെണ്ണ ബേസ് ആയിട്ടുള്ള ഹെയർ ഓയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പിത്തം ഹെയർ ടൈപ്പാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്. അതായത് വെളിച്ചെണ്ണ ബേസിലുള്ള ഓയിൽസും വെളിച്ചെണ്ണയുമാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓയിൽ. അതായത് കുറച്ച് തണുത്ത നേച്ചറുള്ള ഓയിൽസ് എന്ന് പറയാം. അപ്പോൾ വെളിച്ചെണ്ണ ബേസിലുള്ള നീലിഭൃംഗാതി തൈലം നിങ്ങൾക്ക് ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ അതല്ലാതെ മഹാഭൃംഗരാജ ഓയിൽ, അതായത് കയ്യുന്നിട്ട് കാച്ചിയ വെളിച്ചെണ്ണയും നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ വെളിച്ചെണ്ണ ബേസ് ആയിട്ടുള്ള എന്ത് ഓയിലും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് സ്യൂട്ട് ആവും. നിങ്ങൾക്ക് കഫ ടൈപ്പ് ഹെയർ ആണെങ്കിൽ നിങ്ങൾക്കും വാം ഓയിൽസ് ആണ് വളരെ നല്ലത്. വാം ഓയിൽസ് എന്ന് പറയുമ്പോൾ എള്ളെണ്ണ നല്ലതാണ്. എള്ളെണ്ണ ബേസിലുള്ള ഓയിൽസ് എല്ലാം തന്നെ നല്ലതാണ്. നീലിഭൃംഗാതി തൈലം എന്ന് കിട്ടും. അത് എള്ളെണ്ണ ബേസിൽ ഉണ്ടാക്കിയതാണ്. നീലിഭൃംഗാതി കേര തൈലം എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ ബേസ് ആണ്. ഞാൻ ഒന്നും കൂടി പറയാം. അപ്പോൾ നിങ്ങളുടെ ഹെയർ ടൈപ്പിനും സിസേമി ഓയിൽ, അതായത് എള്ളെണ്ണ ബേസിലുള്ള ഓയിൽസ് ആയിരിക്കും നല്ലത്. ബദാം എണ്ണ തേക്കുന്നതും കഫ ഹെയർ ടൈപ്പ് ഉള്ളവർക്ക് നല്ലതാണ്. നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി എല്ലാ ഹെയർ ടൈപ്പിനുള്ള ചില ഓയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ശരീരത്തിൻ്റെയും മുടിൻ്റെയും പ്രകൃതി അനുസരിച്ച് നല്ല ഓയിൽ സെലക്ട് ചെയ്ത് ആ ഓയിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മുടിയിലും ബോഡിയിലും എല്ലാം യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നല്ല കരുത്തുള്ള നല്ല ആരോഗ്യമുള്ള മുടി മാത്രമല്ലാതെ നല്ല ആരോഗ്യമുള്ള ശരീരവും നമുക്ക് സ്വന്തമാക്കാം. 5000 വർഷം പാരമ്പര്യമുള്ള ആയുർവേദം നമ്മൾ പിന്തുടർന്ന് വരികയാണെങ്കിൽ നല്ല ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫ് നമുക്ക് നയിക്കാൻ പറ്റും. ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട്, അതായത് പാർട്ട് 3 നമ്മൾ ബെസ്റ്റ് ഹെയർ പാക്സ്, എല്ലാ ഹെയർ ടൈപ്പിനും പറ്റിയിട്ടുള്ള നല്ല ഹെയർ പാക്സ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.